ഗുഡ് ഈവനിങ്. ഞാൻ അജീഷ് കെ എ. നമുക്കെല്ലാവർക്കും അറിയാം, ലോകത്തിലെ ഏറ്റവും വിലയേറിയ പ്രോപ്പർട്ടിയാണ് ലണ്ടൻ പ്രോപ്പർട്ടി എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ബിസിനസ്സാണ്. ഈ ബിസിനസ് രംഗത്താണ് മലയാളി ഒരു പ്രധാനപ്പെട്ട സാന്നിധ്യമാകുന്നത്. അതെ, യു കെയിലെ പ്രധാനപ്പെട്ട റിയൽ എസ്റ്റേറ്റ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന വെൽബോൺ പ്രോപ്പർട്ടീസിനെയും അതിൻ്റെ ഉടമയായ പ്രണവിനെയുമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. എങ്ങനെയാണ് ഇവിടുത്തെ റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടി പ്രവർത്തിക്കുന്നതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും നമുക്ക് കാണാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമസ്കാരം. ഇവിടെ ചെറിയ പരിപാടികളൊക്കെയാണ്. അതെ, ഇത് റെനോവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഇത് താമസിക്കാനല്ല, നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഫുൾ വർക്ക് ചെയ്യാൻ എടുത്തതാ. അപ്പോൾ കാണിച്ചു തരാം. ഇത് ആക്ച്വലി നമ്മളെ ബിസിനസ്സാണ്. ഇവിടെ എന്താന്ന് വെച്ചാൽ ഈ പ്രോപ്പർട്ടി ഭയങ്കര റൺ ഡൗൺ ആയ പ്രോപ്പർട്ടി ആയിരുന്നു. അപ്പോൾ ഞാൻ പർച്ചേസ് ചെയ്താണ്. ഇപ്പോൾ ഫുള്ളി A to Z റീഫർബ് ചെയ്യുക, മാർക്കറ്റിലിടുക, സെൽ ഔട്ട് ചെയ്യുക. അതാണ് ബിസിനസ്. ഇതൊരു വ്യത്യസ്തമായ ബിസിനസ് ആണല്ലോ. മാനേജ്മെന്റ് നമ്മൾ ചെയ്യുന്നുണ്ട്, അല്ലാതെ നമ്മൾ റീഫർബ് ചെയ്ത് സെല്ലിങ്ങും ചെയ്യുന്നുണ്ട്. കാണിച്ചു തരാം. ഇവിടെ പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ A to Z റീഫർബിഷ്മെന്റ് എല്ലാ സാധനങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. അതായത് ഒരു പ്രോപ്പർട്ടി മേടിച്ച് A to Z ചേഞ്ച് ചെയ്ത് പുതിയൊരു സെല് ചെയ്യും. ഇത് ബാക്ക് ടു സ്കിൻ ആക്കി, ബാക്ക് ടു സ്റ്റോൺ ആക്കി, എന്നിട്ട് ഫുള്ള് നമ്മൾ ചെയ്തു. ഇവിടെ ഓരോ വർക്കായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വിൻഡോസിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. ഇതിപ്പോൾ ഇന്നലെ യെസ്റ്റർഡേ ഇൻസ്റ്റാൾ ചെയ്താണ് ഈ സാധനങ്ങളൊക്കെ. ഇങ്ങനെ ഓരോന്നായിട്ട് ഇനി സ്കിമ്മിങ് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ സ്റ്റെപ്സ് എല്ലാം മാറ്റി ഫുള്ളി ലക്ഷറിയസ് ആക്കിയിട്ട് കൊടുക്കും. വീട് ഇപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന വീട് മാത്രമാണ്. പ്ലസ് ഇനി ലാൻഡ് ഡെവലപ്മെന്റിലേക്കും വരുന്നുണ്ട്. അപ്പോൾ സ്റ്റേജ് ബൈ സ്റ്റേജ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഇതൊരു ആക്ച്വലി പറയുകയാണെങ്കിൽ ഒരു നല്ലൊരു ഇൻഡസ്ട്രിയാണ്. ഇപ്പോൾ നമ്മളെ ആൾക്കാർ കുറേയൊക്കെ ഇതിലേക്ക് വരുന്ന ഒരു ആവശ്യം ഉള്ളൊരു കാര്യമാണ്. കാരണം ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, ഇപ്പോൾ നമ്മളെ കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ. പ്ലസ് ഇവിടെ കുറേ വീടുകൾ, നല്ല വീടുകൾ കിട്ടാനും ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. കുറേ പഴയ വീടായിരിക്കും, അല്ലെങ്കിൽ ന്യൂ ബിൽഡ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്റ്റേജിലുള്ള പ്രോപ്പർട്ടി എടുത്ത് നമ്മൾ റെനോവേറ്റ് ചെയ്ത് കൊടുക്കുന്ന എപ്പോഴും എടുക്കുന്ന ആൾക്കാർക്കും കുറച്ചും കൂടി നല്ലതായിരിക്കും. പിന്നെ ഇപ്പം എന്താ, അതെ ബിസിനസ് സാധ്യത ഉണ്ട്. ഒരുപാട് ഡെവലപ്മെന്റിന് ഇവിടെ ഒരുപാട് സാധ്യതകളുണ്ട്. നമ്മുടെ ഇപ്പൊ ഒരു ഇൻവെസ്റ്റ്മെന്റ് രീതിയിൽ അല്ലെങ്കിൽ പ്രോപ്പർട്ടി മാനേജ്മെന്റോ റിനോവേഷനോ ആ രീതിയിലൊക്കെ ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെയാണ്? ഇവിടെ അതിനൊക്കെ നല്ല ഓപ്പർച്യൂണിറ്റീസാണ്. റെനോവേഷൻ, മാനേജ്മെന്റ്, അതേപോലെ A to Z റീഫർബിഷ്മെന്റ്, ഇതിനൊക്കെ നല്ല ഒരു ബിഗ് ഓപ്പർച്യൂണിറ്റീസാണ് ഇവിടെ. ഇങ്ങനെ അതിൽ നമ്മൾ ഇറങ്ങിയാൽ എല്ലാത്തിനും നല്ല ഓപ്പർച്യൂണിറ്റീസാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇത് 3rd ഇയർ ആണ്. ഫസ്റ്റ് ഇയർ നമ്മൾ പ്രോഫിറ്റബിൾ ആയിരുന്നില്ല, ലോസിലായിരുന്നു, സ്വാഭാവികം. അത് വെച്ച് നമ്മൾ നിർത്തിയിരുന്നെങ്കിൽ നമുക്ക് പറ്റിയിരുന്നത്. ഇതിപ്പോൾ 2nd ഇയറിൻ്റെ അക്കൗണ്ട്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് 3rd ഇയർ ഓഫ് റണ്ണിങ് ബിസിനസ് ആണത്. അപ്പോൾ ഇപ്പോൾ നമ്മളൊരു വീട്, ഇതിപ്പോൾ നമ്മൾ സ്വന്തമായി വാങ്ങിയതാണ് കമ്പനി. ഇനിയിപ്പോൾ ഇത് റെനോവേറ്റ് ചെയ്ത് സെല് ചെയ്യുക. പിന്നെ പ്ലസ് ഞാൻ മാനേജ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ബ്ലോഗ്സും. ഒരു ഇൻവെസ്റ്റ്മെന്റ് ആംഗിളിൽ നിങ്ങൾ നോക്കുമ്പോൾ സക്സസ്ഫുൾ ആയി, അതെ, ഒരു ഇൻവെസ്റ്റ്മെന്റ് ആംഗിളിൽ നോക്കുമ്പോൾ എപ്പോഴും പ്രോപ്പർട്ടി ബിസിനസ് റിസ്ക് ഫ്രീ ആണ്. റിസ്ക് ഉണ്ട് ഒബ്വിയസ്ലി, പക്ഷെ ഒബ്വിയസ്ലി ബാക്കിയുള്ള ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സാധനം വാങ്ങി സെല് ചെയ്യുന്നത് വെച്ച് നോക്കുന്നതിനേക്കാൾ ഈസിയാണ് ഈ ബിസിനസ് ചെയ്യാൻ. ഒരു കാര്യം ചോദിക്കട്ടെ, സാധാരണ ആളുകൾ ചെയ്യുന്ന ഒരു ബിസിനസ് അല്ലല്ലോ നിങ്ങൾ ചെയ്യുന്നത്. അല്ല. അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ ഈ ബിസിനസ്സിലേക്ക് വന്നത്? ഇനിയിപ്പോ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഒരു ഹെൽപ്പ് എങ്ങനെ കൊടുക്കാൻ പറ്റുക, അല്ലെങ്കിൽ അവരെങ്ങനെ ഒന്ന് ഗൈഡ് ചെയ്യാൻ പറ്റുക? ഞാൻ ഈ ബിസിനസ്സിൽ വന്നത് ഒബ്വിയസ്ലി ഫസ്റ്റ് ഞാൻ മാനേജ്മെന്റ് ആണ് പ്രോപ്പർട്ടി ചെയ്തത് ഫസ്റ്റ് ഇയറിൽ.
ഒബ്വിയസ്ലി അത് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ പ്രോഫിറ്റബിൾ ആയി വന്നത് നെക്സ്റ്റ് ഇയർ മുതലാണ്. അപ്പോൾ വന്ന ടൈമിൽ ഇവിടുത്തെ എന്തൊക്കെ സാധ്യതകൾ ഉണ്ടെന്ന് ഞാൻ ആ ഒരു വർഷം കൊണ്ട് നമ്മൾ പഠിച്ച് എടുത്തു. എങ്ങനെ ചെയ്താൽ ഓക്കെ ഇറ്റ് വിൽ ബി പ്രോഫിറ്റബിൾ എന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്തു. പിന്നെ പുതിയ ആൾക്കാർക്ക് ഇതിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഞാൻ ഗൈഡൻസും കാര്യങ്ങളും നമുക്ക് കൊടുക്കാൻ പറ്റും. എന്താണ്, എങ്ങനെ ചെയ്യണം, A to Z എന്തൊക്കെ കാര്യങ്ങളൊരു ഈവൺ ഈ പ്രോപ്പർട്ടി നമ്മൾ വ്യൂയിങ്ങിന് വരുമ്പോൾ മുതൽ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം, നമുക്ക് എത്രത്തോളം ഇൻവെസ്റ്റ്മെൻറ്റ് വരും, അതിൻ്റെ ബഡ്ജറ്റിങ് എങ്ങനെ ചെയ്യാം, അങ്ങനത്തെ ഗൈഡൻസ് ഒക്കെ നമുക്ക് കൊടുക്കാം. അതിനൊന്നും കുഴപ്പമില്ല. പ്രോപ്പർട്ടി തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് അതെ ഈസി അല്ല. അതെ പലപ്പോഴും നമുക്ക് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇവിടെ ബ്രിട്ടീഷ് പീപ്പിളോടൊക്കെ ഒബ്വിയസ്ലി അതെ ബെസ്റ്റ് ആണ്. എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? പ്രോപ്പർട്ടി അതായത് ഇങ്ങനത്തെ ഒരു ന്യൂ ബിൽഡൊക്കെ എടുക്കുകയാണെങ്കിൽ പിന്നെ ഒബ്വിയസ്ലി അങ്ങനെ ഒന്നും ശ്രദ്ധിക്കാനില്ല, കാരണം പുതിയ കൺസ്ട്രക്ഷൻ ആണല്ലോ. പക്ഷേ ഇങ്ങനത്തെ ഒരു ഇതൊരു ബിസിനസ് എന്നുള്ള രീതിയിൽ എടുക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതിൻ്റെ ടൈറ്റിൽ കറക്റ്റ് ആണോ, അതേപോലെ പ്രോപ്പർട്ടി എന്തെങ്കിലും സ്ട്രക്ചറൽ ഇഷ്യൂസ് ഉണ്ടോ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇതിൽ ഇവർ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് ഓരോ പ്രോപ്പർട്ടി ഓരോ പോലെയല്ലേ. അപ്പം നമുക്കും എങ്ങനെ ഓരോന്ന് കാണുമ്പോഴേ നമുക്കത് പറഞ്ഞു തരാനും, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രോപ്പർട്ടീസ് അങ്ങനെ ആരെങ്കിലും ഇൻട്രസ്റ്റഡ് ആണ് ചോദിക്കുമ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. പ്രോപ്പർട്ടി റിനോവേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ സകല പണിയും ചെയ്തു കൊടുക്കും. പിന്നെന്താ A to Z. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഇപ്പോൾ ഇത് ഫുൾ വിൻഡോ റീപ്ലേസ്മെൻറ്റ് ചെയ്യാണ്. ഈ കംപ്ലീറ്റ് വീടിൻ്റെ ഫുൾ വിൻഡോ റീപ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇതേപോലെ വന്നിട്ട് ഫുള്ളി അത് ഇൻസ്റ്റാൾ ചെയ്യും നമ്മളെ ആളാണ്. അപ്പോൾ A to Z റീഫർബ്, പിന്നെ ഫ്ലോറ് തൊട്ട് എല്ലാം നമ്മൾ ചേഞ്ച് ചെയ്യും. കംപ്ലീറ്റ് ഉണ്ട്. ഫ്രം ഗ്രൗണ്ട് വർക്ക് മുതൽ നമുക്ക് കൺസ്ട്രക്ഷൻ ചെയ്യാൻ പറ്റും. അതിനുള്ള ടീമും അതിനുള്ള എല്ലാ കാര്യങ്ങളും നമുക്കിപ്പോൾ ഇവിടെ ഉണ്ട്. നാട്ടിലെ എഞ്ചിനീയർമാരെ അങ്ങനെ പറയാൻ പറ്റില്ല. ഒബ്വിയസ്ലി നമുക്ക് എന്തെങ്കിലും ഒരു ബിസിനസ്സിനോട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മളത് മാക്സിമം പഠിക്കാനും അത് അറിയാനും ശ്രമിക്കുമല്ലോ. അതിൻ്റെ ഒരു ഭാഗമായിട്ട് മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ്. അതെ, ഇത് നമ്മളിപ്പോൾ ഇവിടുത്തെ വീടിൻ്റെ ഗാർഡൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെ ഫുള്ള് ഭയങ്കര റബ്ബിഷായിരുന്നു ഇവിടെ മൊത്തം. ഇപ്പോൾ നമ്മളെ ടീം മെമ്പറാണത്. പുള്ളിക്കാരനെല്ലാം വൃത്തിയാക്കി ഫുൾ നീറ്റാക്കിയിട്ട് ചിലത് നമ്മൾ കത്തിക്കാനൊക്കെ ഉണ്ടാവും. അതൊക്കെ സ്ക്രാപ്പൊക്കെ നമ്മൾ ചെയ്യാണ്. അതെ, ഇത് വീട് മാത്രമല്ലല്ലോ, നിങ്ങൾ എന്തിപ്പോ ഓഫീസ് സ്പേസ് ആണെങ്കിലും അല്ലെങ്കിൽ ഷോപ്പ് ആണെങ്കിലും എല്ലാം ഷോപ്പൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷെ കൂടുതൽ ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് വീട് റെനോവേഷനും വീടിന്റെ ന്യൂ ബിൽഡ് അങ്ങനത്തെ കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇപ്പൊ ഞാനിപ്പോ ഈ ഇടയ്ക്ക് കേട്ടിട്ടുണ്ട് കൂടുതൽ പേര് UAE ഉൾപ്പെടെയുള്ള സ്ഥലത്തു നിന്നൊക്കെ ഇവിടെ വന്നിട്ട് ഈ പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കേട്ടിട്ടുണ്ട്. അതെന്താണ്, അതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അത് ആക്ച്വലി ഇവിടെ പ്രോപ്പർട്ടി ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും സേഫസ്റ്റും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡാണ് UK-ലെ. ഇവിടെ പ്രോപ്പർട്ടി ഈവൺ ഇവിടുത്തെ ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു അനാലിസിസ് പ്രകാരം എവറി 7 to 10 ഇയേഴ്സിൻ്റെ ഉള്ളിൽ പ്രോപ്പർട്ടി പ്രൈസ് ഡബിൾ ആവുമെന്നാണ് ഒബ്വിയസ്ലി ഇവിടെ പറഞ്ഞു വരുന്നത്. അത് ശരിയാണ്. തന്നെ നമ്മൾ റീസെൻ്റ് ആയിട്ടുള്ള ഏരിയാസ് എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അതിൻ്റെ ഒരു ഹൈക്ക്. പക്ഷേ ഒബ്വിയസ്ലി അതേപോലെ തന്നെ പ്രോപ്പർട്ടി പ്രൈസ് ഡൗൺ ആവുന്ന ഏരിയാസും ഉണ്ട്. ഇപ്പോൾ എനിക്ക് പരിചയമുള്ളൊരു പ്രോപ്പർട്ടി സ്ട്രീറ്റിൽ 10% ഡൗൺ ആയിട്ടുണ്ട് അവിടെ. അങ്ങനെ അപ്പോൾ ഇതേപോലെ അത് നമ്മൾ നോക്കിയെടുക്കുന്ന പോലെയാണ് ആ ഏരിയ എങ്ങനെയുണ്ട്, സ്കൂൾസ് എന്തെങ്കിലും ഉണ്ടോ, അല്ല ഹോസ്പിറ്റൽസ് ഉണ്ടോ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ഒബ്വിയസ്ലി നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. അതെ. അല്ല, ഞാനൊന്ന് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കട്ടെ, ആർക്കെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഈ ബിസിനസ്സിലേക്ക് വരുവാനോ അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി വാങ്ങുവാനോ റിനോവേഷനോ എന്ത് തന്നെയായാലും എങ്ങനെയാണ് നിങ്ങളുടെ ഹെൽപ്പ് എന്തായിരിക്കും? അതിൽ A to Z ഹെൽപ്പ് നമുക്ക് ചെയ്യാൻ പറ്റും. ഈവൺ മോർഗേജ് നമ്മൾ ചെയ്യുന്നില്ല. അത് ഒബ്വിയസ്ലി അവരെ മോർഗേജ്, അങ്ങനെ ഒരു മോർഗേജ് വഴി എടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണം. നമ്മൾ അധികം ക്യാഷ് പർച്ചേസാണ്, മോർഗേജ് ഇല്ലാതെ. ഇപ്പം എൻ്റെ വേ ഓഫ് ബിസിനസ് പറഞ്ഞാൽ നമ്മൾ ഫുൾ ക്യാഷ് പർച്ചേസ് മാത്രമാണ് ചെയ്യുന്നത്. മോർഗേജ് വഴി എടുക്കുമ്പോൾ അവർക്കൊരു മോർഗേജ് അഡ്വൈസർ ഉണ്ടാവും. അതിൻ്റെ കാര്യങ്ങൾ അവർ ആരാണോ എടുക്കുന്നത് അവർ ചെയ്യണം. പക്ഷെ പ്രോപ്പർട്ടി ലീഗൽ സൈഡ് അല്ലാത്ത എല്ലാ കാര്യങ്ങളും നമ്മളെ കൊണ്ട് ഹെൽപ്പ് ചെയ്ത് ചെയ്യാനും അങ്ങനെ ചെയ്യാൻ പറ്റും. പ്രശ്നമില്ല. എല്ലാത്തരം ഗൈഡ് ലൈൻസും അവർക്ക് വേണ്ട രീതിയിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാനും എങ്ങനെ വേണം പുതിയ ഇപ്പോൾ ഇതൊരു ബിസിനസ്സായിട്ട് തുടങ്ങാൻ പുതിയൊരു സ്റ്റാർട്ടപ്പായിട്ട് ആർക്കെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിലും അവർക്ക് വേണമെങ്കിൽ നമുക്ക് ഹെൽപ്പ് ഔട്ട് ചെയ്യാൻ പറ്റും. കുഴപ്പമില്ല. ഉൾപ്പെടെ ഈ ഇൻഡസ്ട്രിയിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നിങ്ങളൊരു ഗൈഡ് ലൈൻ അങ്ങനെ പറയാം. പറ്റുന്ന പോലെ നമ്മളെ കൊണ്ട് അറിയുന്ന കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടില്ല. അതെ, അത്രേ ഉള്ളൂ. കാരണം വേണമെങ്കിൽ എൻ്റെ ഡീറ്റെയിൽസ് ഞാൻ തരാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വേണ്ടവർക്ക് നമ്പർ അല്ലാതെ ഒബ്വിയസ്ലി എൻ്റെ പേജും കാര്യങ്ങളും വേണമെങ്കിൽ തരാം. അതിൽ വിളിച്ച് ഡീറ്റെയിൽസ് മതി.
അപ്പോൾ തിരക്ക് പിടിച്ച് ഈ പണി വേഗം തീർക്കണമെന്നുണ്ടല്ലേ? ഇത് ഡിസംബറിന് മുമ്പ് തീരും. ഇത് നിങ്ങളുടെ ഒരു ക്വാളിറ്റി ഏതാന്ന് പറഞ്ഞു ടൈം ലൈനിൽ തന്നെ? ടൈം ലൈനിൽ ഇതിപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തിപ്പോൾ 2 weeks ആയി ഇവിടെ വർക്ക് തുടങ്ങിയിട്ട്. ഇപ്പോൾ 2 weeks കൊണ്ട് ഇപ്പോൾ മേജർ വർക്ക് ഇപ്പോൾ തീർന്നു. ഇനി പ്ലംബിങ് അങ്ങനെ 1-2 വർക്കും കൂടി ഉണ്ട്. എല്ലാം ട്രീ വയറിങ്, പുതിയ പ്ലംബിങ്, പിന്നെ കിച്ചൺ. അതെ, എല്ലാം പുത്തനായിട്ട്. കിച്ചൺ വിത്ത് ഐലൻഡാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. ഇത് ഫുൾ വർക്ക് കഴിഞ്ഞ് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ എന്തെങ്കിലും വന്നാൽ കാണാമല്ലോ. എങ്ങനെയുണ്ട്? അതെ, ആയിരിക്കും തീർച്ചയായിട്ടും. ശരി, ഓക്കെ, അപ്പോൾ കാണാം. ഓക്കെ, ബൈ. അപ്പം നമ്മളിന്ന് കണ്ടത് UK പ്രോപ്പർട്ടി ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രണവിനെയും വെൽബോൺ പ്രോപ്പർട്ടീസിൻ്റെ വിശേഷങ്ങളുമാണ്. വ്യത്യസ്തമായ ബിസിനസ്സുകളെയും ബിസിനസ്സുകാരെയും പരിചയപ്പെടുത്തിക്കൊണ്ട് അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം. അതുവരേക്ക് ബൈ ഫ്രം അജീഷ്.